ശബരിമല വിമാനത്താവളത്തിന്റെ DPR കേന്ദ്രത്തിന് സമർപ്പിച്ചു. 7047 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായി DPRൽ പറയുന്നു. പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഈ മാസം ആദ്യമാണ് സ്റ്റുപ്പ് കൺസൾട്ടൻസിംഗ് ഏജൻസി KSIDCക്ക് DPR കൈമാറിയത്. പദ്ധതിക്ക് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ സൈറ്റ് ക്ലിയറൻസ് ലഭിച്ചിരുന്നു. അടുത്തിടെ സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതിയും ലഭിച്ചു. 5377 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം തുടങ്ങി ചെലവുകൾക്കായി 2408 കോടി രൂപയും വേണം. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് 2570 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത്. നേരത്തെ 3450 കോടി രൂപയായിരുന്നു വിമാനത്താവളത്തിന്റെ നിർമ്മാണ ചെലവായി കണക്കാക്കിയിരുന്നത്. നടപടി വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി VN വാസവൻ. ശബരിമല എയർപോർട്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധേയമായ രൂപത്തിൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് മണിമല വില്ലേജും അതുപോലെ എരുമേലി തെക്ക് വില്ലേജും ഇപ്പോൾ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ആവശ്യമായ ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ അതിൻ്റെ DPR തയ്യാറാക്കാനുള്ള നിർദ്ദേശം നേരത്തെ കൊടുത്തിരുന്നു. അത് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് കിട്ടിയ വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അടുത്ത ദിവസം തന്നെ എൻ്റെ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ തുടർന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. നിലവിൽ ഇന്ത്യയിൽ സർവീസ് നടത്തുന്ന പ്രധാന വിമാനങ്ങൾക്കെല്ലാം ഇറങ്ങാവുന്ന തരത്തിലാണ് 3500 മീറ്റർ നീളത്തിലാണ് റൺവേ നിർമ്മിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള റൺവേയാണ് എരുമേലിയിൽ നിർമ്മിക്കുക. സ്ഥലമേറ്റെടുക്കലിന് മുന്നോടിയായുള്ള സർവേ നടപടികളും പുരോഗമിക്കുകയാണ്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.